ഇന്ന് തന്നെ CPIM സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള കാര്യം LDF കൺവീനർ TP രാമകൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായാൽ അപ്പോൾ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കുമെന്നുള്ള കാര്യം ഇടത് പാളയത്തിൽ നിന്നും ലഭ്യമായിരുന്നു. ആ വിവരമാണ് ഈ ഒരു സമയത്ത് TP രാമകൃഷ്ണൻ നമ്മളോട് പങ്കുവെക്കുന്നത്. ഇന്ന് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഈ LDF കടക്കും എന്നുള്ള വിവരമാണ് ഈ ഒരു സമയത്ത് ലഭ്യമാകുന്നത്. CPIM സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആരൊക്കെ എവിടെയൊക്കെ നിൽക്കും എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി TP രാമകൃഷ്ണൻ പറയുന്നു. ഇനി ആ സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്ന് പ്രഖ്യാപിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. അർജുൻ, നിർണായകമായിട്ടുള്ള വിവരമാണ് TP രാമകൃഷ്ണൻ ഈ ഒരു സമയത്ത് വ്യക്തമാക്കുന്നത്. ന്യൂസ് മലയാളത്തോട് ഇന്ന് തന്നെ CPIM-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പറയുന്നു. മറ്റ് ഘടകകക്ഷികളും അത്തരത്തിൽ തയ്യാറാണ്. അവരും അവരവരുടെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയെന്ന് ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ എല്ലാ തരത്തിലും തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങിയിരിക്കുകയാണ് LDF എന്നുള്ള കാര്യമാണ് TP രാമകൃഷ്ണൻ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇന്ന് എപ്പോൾ ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സ്വാതി, തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം വരുന്ന ഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് CPIM ഒരുങ്ങുന്നത്. അവരുടെ പട്ടിക സംബന്ധിച്ച ഏറെക്കുറെ ഒരു ധാരണയിലേക്ക് CPIM എത്തിയിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൊതു സ്വതന്ത്രർ മത്സരിക്കുന്ന ഇടങ്ങളിൽ മാത്രമാണ് അവർക്ക് ഇപ്പോഴും ഒരു ചെറിയ സംശയമെങ്കിലും നിലനിൽക്കുന്നത്. പക്ഷേ അത് ഈ സ്ഥാനാർത്ഥി തീയതി പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ തീരുമാനത്തിലെത്താൻ ആണ് CPIM ഒരുങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ CPIM-ന്റെ മുഴുവൻ സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഇന്ന് നടക്കും. മറ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും തീരുമാനം വരുന്നതിന് മുൻപ് ഒരു മുൻതൂക്കം CPIM-ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിനോടകം തന്നെ CPIM-ന്റെ ചില സ്ഥാനാർത്ഥികൾ പ്രചാരണം വരെ തുടങ്ങുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. സാധാരണ ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിന് ശേഷമാണ് അതൊക്കെ ഉണ്ടാവുക. പക്ഷേ അങ്ങനെയല്ല, പരസ്യമായി തന്നെ പ്രചാരണത്തിലേക്കൊക്കെ CPIM-ന്റെ ചില സ്ഥാനാർത്ഥികൾ പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് CPIM തന്നെ അങ്ങനെ ഒരു പ്രചാരണത്തിലേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞതിന് കൂടി അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരത്ത് സീറ്റ് നില പരിശോധിക്കുകയാണെങ്കിൽ, സ്ഥാനാർത്ഥികളെ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ സിറ്റിംഗ് MLA-മാരും മത്സരിക്കുന്ന ഇടമാണ് തിരുവനന്തപുരം. CPIM-ന് ഏറ്റവും കൂടുതൽ സീറ്റുള്ള ജില്ലകളിൽ ഒന്നാണ്. മത്സരിച്ച എല്ലായിടത്തും ജയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ശിവൻകുട്ടി നേമം, ജോയ് വർക്കല, OS അംബിക ആറ്റിങ്ങൽ, DK മുരളി വാമനപുരം, കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടം, VK പ്രശാന്ത് വട്ടിയൂർക്കാവ്, G സ്റ്റീഫൻ അരുവിക്കര, CK ഹരീന്ദ്രൻ പാറശാല, IB സതീഷ് കാട്ടാക്കട, K ആൻസലൻ നെയ്യാറ്റിങ്കര എന്നിങ്ങനെ നിലവിൽ ഉള്ള എല്ലാ MLA-മാരും വീണ്ടും ജനവിധി തേടും ഈ തെരഞ്ഞെടുപ്പിലും എന്നുള്ളതാണ് ശ്രദ്ധേയം. കോവളം സീറ്റ് ഒരുപക്ഷെ CPIM ഏറ്റെടുക്കാനുള്ള സാധ്യത ഉണ്ട്. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളിനാണ് സീറ്റ് നൽകിയിരുന്നതെങ്കിലും അവിടെ ഒരു പൊതു സ്വതന്ത്രയെ നിർത്തി ജയിപ്പിക്കാൻ CPIM ആലോചിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ ഒരു വനിതാ നേതാവ് ഒരു പക്ഷേ കോവളത്തേക്ക് മത്സരിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് ആന്റണി രാജുവിനായിരുന്നു ലഭിച്ചത്. ആന്റണി രാജു അയോഗ്യനായെങ്കിലും അവരുടെ പാർട്ടിക്ക് തന്നെ ആ സീറ്റ് കൊടുക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. കൊല്ലത്തേക്ക് വന്നാൽ KN ബാലഗോപാൽ കൊട്ടാരക്കര, S ജയമോഹൻ കൊല്ലം, M നൌഷാദ് ഇരവിപുരം, ഡോക്ടർ സുജിത് വിജയൻപിള്ള ചവറ, SL സജികുമാർ കുണ്ടറ എന്നിങ്ങനെയാണ് കൊല്ലം ജില്ലയിലെ CPIM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക. വീണ ജോർജ് ആറന്മുളയിൽ മത്സരിക്കും. പത്തനംതിട്ടയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി ആറന്മുളയിൽ വീണ ജോർജ് മത്സരിക്കും. KE ജനീഷ് കുമാർ വീണ്ടും കോന്നിയിൽ നിന്ന് ജനവിധി തേടും. ഇടുക്കിയിൽ ദേവികുളത്ത് A രാജ വീണ്ടും മത്സരിക്കുകയാണ്. ഉടുമ്പൻചോലയിൽ MM മണിക്ക് ഇത്തവണ മത്സരിക്കാൻ അനുമതി നൽകിയിട്ടില്ല. അവിടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന KK ജയചന്ദ്രനായിരിക്കും ഇത്തവണ മത്സരിക്കുക. കോട്ടയത്ത് K അനിൽകുമാറാണ് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം ജനവിധി തേടുക. മന്ത്രി VN വാസവൻ ഏറ്റുമാനൂരിൽ ഇത്തവണ മത്സരിക്കും. രണ്ടാമതും അദ്ദേഹം മത്സരരംഗത്തേക്ക് എത്തുകയാണ്. ആലപ്പുഴയിൽ ദലീമ ജോജോയാണ് ഇത്തവണ മത്സരരംഗത്ത് വീണ്ടും കഴിഞ്ഞ തവണ മത്സരിച്ച് ജയിച്ച ദലീമ ജോജോ വീണ്ടും മത്സരിക്കും. PP ചിത്തരഞ്ജൻ ആലപ്പുഴ, H സലാം അമ്പലപ്പുഴ, MS അരുൺകുമാർ മാവേലിക്കര, സജി ചെറിയാൻ ചെങ്ങന്നൂർ, U പ്രതിഭ കായംകുളം എന്നിങ്ങനെയാണ് ആലപ്പുഴയിലെ CPIM-ന്റെ ലിസ്റ്റ്. എറണാകുളത്താണ് ചെറിയ രീതിയിലെങ്കിലും മാറ്റം വന്നിട്ടുള്ളത്. അവിടെ ആലപ്പുഴയിലെ മുൻ MP ആയിരുന്ന AM ആരിഫിനെ ആലുവയിൽ മത്സരിപ്പിക്കാൻ CPIM ആലോചിക്കുന്നുണ്ട്. P രാജീവിനെ കളമശ്ശേരിയിൽ തന്നെ വീണ്ടും മത്സരരംഗത്തിറക്കും. KJ മാക്സിയെ കൊച്ചിയിൽ വീണ്ടും മത്സരരംഗത്തിറക്കും. KN ഉണ്ണികൃഷ്ണൻ നേരത്തെ വൈപ്പിൻ MLA ആയിരുന്നു. അദ്ദേഹത്തോട് തൃപ്പൂണിത്തറയിൽ പോയി മത്സരിക്കാനാണ് CPIM ആവശ്യപ്പെടുന്നത്. തൃപ്പൂണിത്തറയിലായിരിക്കും KN ഉണ്ണികൃഷ്ണൻ മത്സരിക്കുക. പകരം MB ഷൈനി ആയിരിക്കും വൈപ്പിനിൽ CPIM-ന്റെ സ്ഥാനാർത്ഥിയായിട്ടുണ്ടാവുക. മഹിളാ അസോസിയേഷന്റെ നേതാവ്. കോതമംഗലത്ത് ആന്റണി
ജോൺ വീണ്ടും ജനവിധി തേടും. കുന്നത്തുനാട് PV ശ്രീനിജൻ രണ്ടാമതും മത്സരരംഗത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് എറണാകുളത്തെ പ്രത്യേകത. തൃശ്ശൂരിലേക്ക് വന്നാലും CPM-ന്റെ പട്ടിക പൂർണ്ണമാണ്. കുന്നംകുളത്ത് AC മൊയ്തീൻ, മന്ത്രി R ബിന്ദു ഇരിങ്ങാലക്കുട, രാമചന്ദ്രൻ പുതുക്കാട്, സേവ്യർ ചിറ്റിലപ്പള്ളി വടക്കാഞ്ചേരി, UR പ്രദീപ് ചേലക്കര, NK അക്ബർ ഗുരുവായൂർ, C രവീന്ദ്രനാഥ് കഴിഞ്ഞ തവണ മത്സരിക്കാതിരുന്ന മുൻ മന്ത്രിയായ രവീന്ദ്രനാഥ് വീണ്ടും ജനവിധി തേടും. അദ്ദേഹം മണലൂരിൽ സ്ഥാനാർത്ഥിയാകും. പാലക്കാടും CPM-ന്റെ പട്ടിക നേരത്തെ പറഞ്ഞതുപോലെ പാലക്കാട് മണ്ഡലത്തിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള ഒരു സംശയം മാത്രമാണ് ബാക്കിയുള്ളത്. അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയട്ടെ എന്ന കാത്തിരിപ്പിലാണ് CPM. അതല്ലെങ്കിൽ ഒരു പക്ഷേ P സരിൻ സ്ഥാനാർത്ഥിയാകും, അല്ലെങ്കിൽ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കാണ് പാലക്കാട് CPM പറയുന്നത്. മറ്റു മണ്ഡലങ്ങളിൽ MP രാജേഷ് വീണ്ടും തൃത്താലയിൽ മത്സരിക്കും, P മമ്മിക്കുട്ടി വീണ്ടും ഷൊർണൂരിൽ മത്സരിക്കും, K പ്രേംകുമാർ ഒറ്റപ്പാലം, K ശാന്തകുമാരി കോങ്ങാട്, A പ്രഭാകരൻ മലമ്പുഴയിൽ വീണ്ടും മത്സരിക്കും, PP സുമോദ് തരൂരിൽ വീണ്ടും മത്സരിക്കും, K പ്രേമൻ നെന്മാറയിലും TM ശശി ആലത്തൂരിലും ജനവിധി തേടും. അങ്ങനെയാണ് പാലക്കാട് CPM-ന്റെ പട്ടിക ഉള്ളത്. മലപ്പുറത്ത് പക്ഷേ CPM വലിയ പരീക്ഷണത്തിന് ഒരുങ്ങുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. അവിടെ നേരത്തെ MLA ആയിരുന്ന KT ജലീൽ ടൗണിൽ വീണ്ടും മത്സരിക്കും. പൊന്നാനിയിൽ MK സക്കീർ ആയിരിക്കും CPM-ന്റെ സ്ഥാനാർത്ഥി. താനൂരിൽ V അബ്ദുറഹ്മാൻ വീണ്ടും മത്സരിക്കും. അവിടെ നിലമ്പൂരിൽ കഴിഞ്ഞ വട്ടം ശക്തമായ മത്സരം നടന്ന M സ്വരാജ് മത്സരിച്ച നിലമ്പൂരിൽ CPM-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായിരുന്ന ഫുട്ബോൾ താരമായിരുന്ന U ഷർഫലിയെയാണ് മത്സരരംഗത്തേക്ക് ഇറക്കാൻ CPM തീരുമാനിച്ചിട്ടുള്ളത്. K സബാഹാണ് വേങ്ങരയിൽ CPM-നായി കളത്തിലിറങ്ങുന്നത്. അങ്ങനെ ഏറെക്കുറെ മലപ്പുറം ജില്ലയിലും CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമാണ് എന്ന് പറയാം. പക്ഷേ അതിൽ ചില പൊതു സ്വതന്ത്രരെയും ലീഗിൽ നിന്ന് വന്ന ആളുകളെയും CPM പരിഗണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അക്കാര്യത്തിലും ഇന്നത്തെ പ്രഖ്യാപനത്തിൽ ആ പേര് കൂടി ഉൾപ്പെടും. അത് പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ ഉള്ള പട്ടിക എന്ന് പറയുന്നത് കൊണ്ടോട്ടി പ്രമോദ് ദാസ് CPM നേതാവാണ്. മങ്കടയിൽ കുന്നത്ത് മുഹമ്മദ് അല്ലെങ്കിൽ മുൻപ് മത്സരിച്ച TK റഷീദ് അലി വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. പെരിന്തൽമണ്ണയിൽ VP മുഹമ്മദ് ഹനീഫ, മുൻപ് പുലാമന്തൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഹനീഫയെ വീണ്ടും മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവിടെ ഒരു സ്വതന്ത്രനെയായിരിക്കും CPM നിർത്തുക.